നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 230 ബൈ മിസ്റ്റേക്ക് കഴിഞ്ഞ 2 എപ്പിസോഡുകൾ 227 228 229 എന്ന് പറയുന്നതിന് പകരം ഞാൻ 278 279 എന്ന് പറഞ്ഞു. പ്ലീസ് എക്സ്ക്യൂസ് മീ, ഞാനത് കറക്റ്റ് ചെയ്യാം. ശ്ലോകത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ കണ്ടിന്യൂഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യാതൊരു മിസ്റ്റേക്കും ഉണ്ടാവില്ല. ഈ നമ്പർ പറഞ്ഞതിൽ അത്ര കാര്യമാക്കണ്ട. അപ്പോൾ ഇന്ന് അത് 230. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം 3ാം സ്കന്ധം ശ്ലോകം 15, 9ാം അധ്യായത്തിൽ 9ാം അധ്യായം 3ാം സ്കന്ധത്തിൽ അധ്യായം 9 ശ്ലോകം 15. യസ്യാവതാര ഗുണകർമ്മ വിഡംബനാനി നാമാനി യേ അസുവിഗമേ വിവശാ ഗൃണന്തി തേ അനേകജന്മശമലം സഹസൈവ ഹിത്വാ സംയാന്ത്യപാവൃതമൃതം തം അജം പ്രപദ്യേ. ഇതാണ് ശ്ലോകം. ഇതിന് വാക്കാർത്ഥം പറയുമ്പോൾ പ്രാണാപായ സമയത്തിൽ യാതൊരുത്തർ പരവശന്മാരായിട്ടാണെങ്കിലും യാതൊരുത്തൻ്റെ അവതാര യാതൊരുത്തൻ്റെ അവതാരങ്ങളുടെയും ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും അനുകരണങ്ങളോടുകൂടിയ നാമങ്ങളെ അല്ലാണ്ട് ഭഗവാൻ ചെയ്ത കാര്യങ്ങൾ അനുകരിക്കല്ല ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു, നാമങ്ങളെ കീർത്തിക്കുന്നുവോ അവർ അനേക ജന്മ ദുരിതത്തെ പ്രയാസം കൂടാതെ, അനേക ജന്മ പാപത്തെ പ്രയാസം കൂടാതെ തന്നെ ഉപേക്ഷിച്ചിട്ട് മറവില്ലാതെയിരിക്കുന്ന സത്യവസ്തുവിനെ. ഏതാ സത്യവസ്തു? അവരവരുടെ ഹൃദയഗഹ്വരത്തിൽ വിരാജിക്കുന്ന തേജസ്, അവരവരുടെ ഹൃദയകമലത്തിൽ വിചാരിക്കുന്ന ഒരു തേജോപുഞ്ചം. അതാണ് പരബ്രഹ്മം, അതാണ് പരമാത്മാവ്. നാമമില്ല, രൂപമില്ല. എന്നാൽ ഭഗവാൻ നാമം രൂപം ധരിച്ച് അവതരിക്കുന്നത് സജ്ജനങ്ങളെ സംരക്ഷിക്കാനും ദുഷ്ടജനങ്ങളെ ശിക്ഷിക്കാനായിട്ടാണ്. അതുകൊണ്ട് ആ സത്യവസ്തുവിനെ പ്രാപിക്കുന്നു. ജന്മാതിരഹിതനായ അവനെ, ജനിക്കുകയും മരണവുമില്ലാത്തവനാണ് അദ്ദേഹം, ശരണം പ്രാപിക്കുന്നേൻ. അപ്പം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ അല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. റിയലി ഡിപ്പെൻഡിങ് അപ്പോൺ ദി വൺ ഹൂ ഡസ് നോട്ട് ഹാവ് ജന്മ ആൻഡ് ഡെത്ത്. ഇത് ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ ഒരു ഭാവാർത്ഥം, യാതൊരാഗ്രഹവുമില്ലാതിരിക്കുന്ന നിഷ്കാമകർമ്മം, ഈശ്വരനെ വിശ്വസൃഷ്ടിയാദി ലീലകൾ കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള ശങ്കയെ പരിഹരിച്ചുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. അതേ ശങ്കയെ പരിഹരിച്ചുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. ഭഗവാന്റെ അവതാരവും ലോകസൃഷ്ടിയാദി ലീലകളും ജീവാനുഗ്രഹത്തിന് വേണ്ടിയിട്ടാക്കുന്നു. ജീവന്മാരെ അനുഗ്രഹിക്കുക, അതാണ് ഭഗവാൻ ഇഷ്ടം. അപ്പോൾ ദേവകി നന്ദന, ദേവകിയുടെ മകനെ, ഹേ ദാശരഥേ, അതായത് ദാശരഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശ്രീരാമസ്വാമി അല്ലേ, ദാശരഥേ എന്നിങ്ങനെ അവതാരങ്ങളെ സൂചിപ്പിക്കുന്നവയും ഹേ സർവജ്ഞ, എല്ലാറ്റിൻ്റെയും അറിവുള്ളവൻ, സർവജ്ഞ
ഭക്തവത്സല, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്, ഭക്തന്മാരെ വാത്സല്യത്തോടു കൂടി കരുതുന്നവൻ എന്നിങ്ങനെ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നവയും ഗോവർദ്ധനോദ്ധാരണ, ഗോവർദ്ധന പർവ്വതത്തിന് പിടിച്ച് 7 ദിവസം മഴയിൽ നിന്ന് ഗോകുലവാസികളെയും പശുക്കളെയും രക്ഷപ്പെടുത്തിയവനെ, കംസാരേ, കംസൻ്റെ ശത്രുവേ എന്നിങ്ങനെ കർമ്മങ്ങളെ സൂചിപ്പിക്കുന്നതുമായ യാതൊരുവൻ്റെ നാമധേയങ്ങളെ പ്രാണവിയോഗകാലത്തിൽ, പ്രാണവിയോഗകാലം എന്ന് പറഞ്ഞാൽ മരണസമയത്ത് എന്നാണ് അർത്ഥം. അപ്പോൾ അവശന്മാരായിട്ടെങ്കിലും യാതൊരുത്തർ കീർത്തിക്കുന്നുവോ, കൃഷ്ണ, ഗുരുവായൂരപ്പ, രാമചന്ദ്ര, സീതാപതേ, രുക്മിണി സത്യഭാമ സമേത ഗോപാലകൃഷ്ണസ്വാമിനെ എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജന്മാന്തര പാപങ്ങളില്ലാണ്ടാവും. അപ്പോൾ യാതൊരുത്തർ കീർത്തിക്കുന്നുവോ ബഹുജന്മങ്ങളിൽ സഞ്ചിതങ്ങളായ പുണ്യപാപങ്ങളെയും അനായാസേന നശിച്ച് നാശരഹിതമായ പരമപദത്തെ അവർ പ്രാപിക്കുന്നു എന്നർത്ഥം. വാസ്തവത്തിൽ ജന്മാദിവികാരങ്ങളില്ലാതെയിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ജീവാനുഗ്രഹം തന്നെ ഭഗവത് ലീലാപ്രയോജനമെന്ന് സാരം. ഭഗവാൻ ലീല ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? ജീവന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ശ്ലോകം നമ്പർ 16. യോ വാ അഹം ച ഗിരിശശ്ച വിഭുസ്വയം ച സ്ഥിത്യുത്ഭവ പ്രളയഹേതവ ആത്മമൂലം ഭിത്വാ ത്രിപാദ് വവൃധ ഏകഗുരുപ്രരോഹ തസ്മൈ നമോ ഭഗവതേ ഭുവനദ്രുമായാം. അതിൻ്റെ ഭാവാർത്ഥം, ഏകനായ യാതൊരുവൻ തന്നെ ആത്മാവാകുന്ന കാരണത്തോടു കൂടിയതിനെ, പ്രധാനത്തെ ഭേദിച്ചിട്ട് 3 പാദങ്ങളോട് കൂടിയവനായിട്ട് ഞാനും പരമശിവനും സർവവ്യാപിയായ വിഷ്ണുവുമായിട്ട് സൃഷ്ടിസ്ഥിതി നാശകാരണഭൂതന്മാരായിട്ടും, നാശമില്ലവർക്ക്, നാനാവിധ ശാഖകളോട് കൂടിയവനായിട്ടും വർദ്ധിക്കുന്നുവോ ലോകവൃക്ഷസ്വരൂപനായിരിക്കുന്ന ഭഗവാനായ അവനായിക്കൊണ്ട് നമസ്കാരം. നമ്മൾ നമസ്കരിക്കുമ്പോൾ കുറച്ച് ഗൗരവമുള്ളവരെ നമസ്കരിക്കണം. ഏത് തരത്തിൽ ഗൗരവം? വിശേഷ ഗൗരവമുള്ളവർ, ജീവനാശം സംഭവിക്കാത്തവർ, സർവജ്ഞനും സർവ്വവ്യാപിയായിട്ടിരിക്കുന്നവരെയാണ് നമസ്കരിക്കേണ്ടത്. അല്ലാത്തവരെ നമസ്കരിക്കരുത്, നമസ്കരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബ്രഹ്മാദിദേവന്മാരല്ലേ സൃഷ്ടിയാദി നടത്തുന്നത്? ഒരു ചോദ്യം. അപ്പോൾ സൃഷ്ടിയാദി ലീലകളെ നടത്തുവനെന്ന് പറഞ്ഞത് യോജിക്കുന്നത് എങ്ങനെ? ഇവരൊക്കെ ഒന്നാന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ എന്ന ശങ്കയെ പരിഹരിച്ചുകൊണ്ട് നമസ്കരിക്കണം. എന്താണ് ശങ്ക? സൃഷ്ടിക്ക് മുമ്പ് ഏകനായി തന്നെ ഇരുന്ന യാതൊരുവൻ, സൃഷ്ടിക്ക് മുമ്പ് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യാതൊരുവൻ ഗുണത്രയ സ്വരൂപനായിട്ട്, അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്ന 3 വിഭാഗങ്ങളെ ആദ്യമായി അംഗീകരിച്ചിട്ട് സൃഷ്ടി, സംരക്ഷ, സംഹാരം എന്നീ ലീലകളെ അംഗീകരിച്ചു. ഒരു വിത്ത് അതിൽ നിന്ന് തന്നെ അങ്കുരമായിട്ടും പിന്നെ 3 സ്കന്ധങ്ങളായിട്ടും പിന്നെ അനേകം ശാഖകളായിട്ടും പിരിഞ്ഞ് മഹത്തായി ഭവിക്കുന്നത് പോലെ ഒരു മരം, ഒരു വിത്ത് മുളച്ച് തെയ്യായി, അതിന് 3 ശിഖരങ്ങൾ, പിന്നെ ശാഖോപശാഖകൾ, അതേപോലെ എന്നർത്ഥം. അപ്പോൾ പറഞ്ഞു പിരിഞ്ഞ് മഹത്തായി ഭവിക്കുന്നത് പോലെ ഏകമായിരുന്ന യാതൊരു പരമാർത്ഥ വസ്തു ബ്രഹ്മവാദികളായിട്ടും ദേവന്മാർ, മനുഷ്യർ എന്നിങ്ങനെ അനേകങ്ങളായിട്ടും ഭവിച്ച് ലോകമാകുന്ന വൃക്ഷരൂപത്തിലിരിക്കുന്നുവോ അപ്രകാരമായിരിക്കുന്ന ഭഗവാനായ നിന്ദുരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ എല്ലാ പ്രാണികളൊക്കെ ഈശ്വര അംശങ്ങളാണ്. ഇതറിയാണ്ട് പോണതാണ് തെറ്റായത്. അപ്പോൾ ഈശ്വരാംശമായ ജീവികളെ കൊന്നു തിന്നരുത്.
അവരൊക്കെ ഒരു പ്രത്യേക കാര്യങ്ങൾക്കാണ് ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളത്. കോഴി മുരുകൻ്റെ കൊടിയടയാളായി, അതിനെ ചുട്ടു തിന്നാനുള്ളതല്ല. മയിൽ സുബ്രഹ്മണ്യൻ്റെ, എലി പിന്നെ ഗണപതിയുടെ വാഹനായി. അപ്പോൾ എല്ലാവർക്കും ദേവാംശങ്ങളുണ്ട്. അപ്പം ചിലവർ ചിലയ്ക്കും എലീനെ കൊല്ലാൻ പോടോ, ആവശ്യമില്ലാണ്ട് കൊല്ലരുത്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾക്ക് ഉപദ്രവം ചെയ്യുമ്പോൾ അവരെ കൊല്ലാം, തിന്നാൻ വേണ്ടിയിട്ടല്ല. ശരിക്കും നമ്മൾ അവർക്ക് മോക്ഷം കൊടുക്കുക ചെയ്യണത്. പല കാക്കയോ കേക്കയോ പിടിച്ചു കൊണ്ടുപോകണമെങ്കിൽ നല്ലത് ജലസമാധി. ഞാനങ്ങനെ ചെയ്യാറ്. കാരണം എനിക്ക് ഈ എന്താ പറയുക, കൈ അതിനെ എന്താണെന്നാ പറയുക, അറിയില്ല എനിക്കതിൻ്റെ. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. നാരായണ നാരായണെന്ന് ജപിക്കും. കാരണം എന്താ, അവരവരെ തിരിനൂല് തിന്നുക, അല്ലെങ്കിൽ കൊണ്ടുപോവുക, വീട്ടു സാധനങ്ങൾ കേടുവരുത്തുക, പ്ലാസ്റ്റിക് സാധനങ്ങൾ ചിരണ്ടി തിന്നുക, അങ്ങനെയൊക്കെ വന്നാൽ ബുദ്ധിമുട്ടായി. മനസ്സിലായില്ലേ? ഇപ്പോൾ കൊതു, വെറുതെ നമ്മൾ തമാശയ്ക്ക് അവരെ കൊല്ലരുത്. കടിച്ചാൽ അടിക്കാം, ഇങ്ങോട്ട് കടിച്ചാൽ അവരെ കടിക്കാം. രാജാക്കന്മാരെ കൊല്ലണില്ലേ? കാരണം എന്താ? മമതയ്ക്ക് വേണ്ടിയിട്ടല്ല, അത് പ്രീതിജനകമായിട്ടാണ്. ഓരോരുത്തരും ഓരോ കർമ്മം ചെയ്യണത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ഷത്രിയനായാൽ അതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത ശ്ലോകം 17. ലോകോ വികർമ്മ നിരത കുശലേ പ്രമത്ത കർമ്മണ്യയം തദുദിതേ ഭവദർശനേ സ്വേ യസ്താവതസ്യ ബലവാനിഹ ജീവിതാശാം സദ്യശ്ചിന്നത്യനിമിഷായ നമോസ്തു തസ്മൈ. നിന്തുരുവടിയാൽ പറയപ്പെട്ടിരിക്കുന്ന സ്വാത്മഭൂതനായ നിന്തുരുവടിയെ അർച്ചിക്കുന്നതായ സൽപ്രവൃത്തിയിൽ, കുശലേ എന്നാണ് സൽപ്രവൃത്തി എന്നാണ് ഞാൻ പറയുക. കുശലം ചോദിക്കുക എന്ന് പറഞ്ഞാൽ സുഖല്ലേ ചോദിക്കുക, അത് നല്ല കാര്യമാണ്. അപ്പോൾ സുഖല്ലേ, സുഖമാണെന്ന് കരുതുന്നു. അസുഖമൊന്നുമില്ലല്ലോ ചോദിക്കണതും സുഖല്ലേ ചോദിക്കണം കൂടി വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ മനസ്സിരുത്താത്തതും, സൽപ്രവൃത്തിയിൽ മനസ്സിരുത്താത്തതും പാപവൃത്തിയിൽ താല്പര്യമുള്ളതായിട്ട് ലോകം ഏതു കാലം വരെ ഇരിക്കുന്നുവോ, ദുഷ്ടജനങ്ങൾ എന്നർത്ഥം, അത്ര കാലം ഈ ലോകത്തിൻ്റെ ജീവിതത്തിലുള്ള താല്പര്യത്തെ ശക്തനായ യാതൊരുവൻ പെട്ടെന്ന് നശിപ്പിക്കുന്നുവോ, നിമേഷരഹിതനായ അവനായിക്കൊണ്ട്. നിമേഷരഹിതൻ, കാലം അദ്ദേഹത്തിന് ബാധകമല്ല എന്നർത്ഥം. നമസ്കാരം ഭവിക്കട്ടെ. എപ്പോഴുമുള്ള ആൾക്കാർക്കായിരിക്കണം നമസ്കാരം. എന്നാൽ അച്ഛനമ്മയ്ക്കോ, അവർ നമുക്ക് ജന്മം തന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മവാസനയ്ക്കനുസരിച്ചിട്ട് ജന്മം തന്നില്ലേ? അതുകൊണ്ടാണ് അവരെ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്നൊക്കെ പറയണത്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയണ്ടേ. എന്താ അത്? കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ നമസ്കരിക്കുന്നു. കാലം, ടൈം, സമയം. ഈ ലോകം നിന്തുരുവടിയാൽ ഉപദേശിക്കപ്പെട്ടിരിക്കുന്ന ഉത്തമമായ ആരാധനാമാർഗത്തിൽ മനസ്സിരുത്താതെ, ആ ഒരു വാക്ക് ഉത്തമമായ, മധ്യമവും അധമുമായിട്ടുള്ളത് ചെയ്യരുത്. നെവർ, നോട്ട് അറ്റ് ആൾ. മധ്യമത്തിലും അധമത്തിലുള്ള ജോലി ചെയ്യരുത് നമ്മൾ. മനസ്സിലായോ? ആരാധനാമാർഗത്തിൽ മനസ്സിരുത്താതെ ശരീരാഭിമാനം നിമിത്തമുണ്ടാകുന്ന വിഷയഭോഗാശയെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി പാപകർമ്മങ്ങളെ ചെയ്യുന്നതിൽ താല്പര്യമുള്ളതായിരിക്കുന്നിടത്തോളം കാലം പെട്ടെന്ന് ജീവിതാശയെ തന്നെ സംഹരിക്കുന്ന നിമേഷരഹിതനായിട്ടും കാലസ്വരൂപനായിട്ടും ഇരിക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് ഈ നമസ്കാരം ഭവിക്കട്ടെ. എത്ര ഉദാത്തമായൊരു ശൈലിയാണ് ചുണ്ടോ. അതറിയാണ്ട് പോയതാണ് അപകടമാണത്. കഴിഞ്ഞിട്ടില്ല. സംസാര ദുഃഖം നശിക്കുവാനും പരമാനന്ദം പ്രാപിക്കുവാനും ഉപകരിക്കുന്ന
ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്ന ഉത്തമ മാർഗം എന്താ? യൽ കരോഷി അസ്നാസി യജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തൽ കുരുഷ മദർപ്പണം. കുരുഷ മത് അർപ്പണം. മന്മന ഭവഭക്തോ മദ്യാജി മാം മനസ്കുരു മാം ഏവൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോ അസി മേ സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാവേഭ്യോ മോഷയിഷ്യാമി മാ ശുച എന്നീ പദ്യങ്ങളിൽ അടങ്ങിയ സാരമാകുന്നു ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അർജുനന് ഭഗവാൻ ചെയ്ത ഉപദേശമാണിത്. നീ ചെയ്യുന്ന സകല കർമ്മങ്ങളും പുരുഷൻ സ്ത്രീയുടെ കൂടെ ചെയ്യിക്കുന്നത് കൂടി ഈശ്വരനെ സ്തുതിക്കുന്ന രീതിയിലാണത്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രജയ്ക്ക് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പാപമല്ല, അത് പുണ്യമാണ്. ആ ഭാവത്തിൽ വേണം അതിനെ കാണാൻ. അതാണ് ഈശ്വരൻ ഒരു ഫോട്ടോ ബെഡ്റൂമിലുണ്ടെങ്കിൽ അസഹ്യത. അത് കാരണം അത് അജ്ഞത കൊണ്ടാണ്. ഈശ്വരൻ അയ്യോ അമ്മേ എന്ന് പറയുന്നതിന് പകരം കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയണം. എന്നാൽ ആ കുട്ടി ആരാവും? നല്ലവനാവും. ഇതിനാണ് ഒരുപാട് കാര്യങ്ങൾ വായിച്ച് പഠിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ഇതിനൊക്കെ പറ്റി സ്ത്രീ പുരുഷൻ സഹശയനം ചെയ്യുമ്പോൾ കൈകാല് കഴുകി ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് വേണം. ഇതിലും മീതപ്പോൾ ഞാൻ എന്താ പറയുക? അപ്പോൾ നീ ചെയ്യുന്ന സകല കർമ്മങ്ങളും എൻ്റെ പ്രീതിക്കായി കൊണ്ട് സമർപ്പിക്കുക. മനസ്സിനെ എന്നിൽ തന്നെ വയ്ക്കുക. എന്നെ തന്നെ സർവോപരി സ്നേഹിക്കുക. ഞാൻ വെറുതെ പറയണതല്ല. ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കണം. അവർ പരമാവധി ഈശ്വരനെയാണ്, അച്യുതനെയാണ് സ്നേഹിക്കേണ്ടത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയും. എൻ്റെ സഞ്ചിത പ്രാരബ്ധ കർമ്മം ആണ് ഞാൻ അനുഭവിപ്പിക്കുന്നത്, തീർക്കണത്. അപ്പോൾ ഇത് ഭഗവാൻ പറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് ബോധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ എന്നിൽ തന്നെ വയ്ക്കുക, എന്നെ തന്നെ സർവോപരി സ്നേഹിക്കുക. അപ്പോൾ എങ്ങനെ നമ്മൾ അനാഥയാവുക? ഭർത്താവ് മരിച്ചാൽ ഭാര്യയും അനാഥയാവില്ല, ഭാര്യ മരിച്ചാൽ ഭർത്താവും അനാഥയാവില്ല. കാരണം ഈശ്വരൻ നമ്മുടെ ഉള്ളിലുള്ളത്, ക്ഷേത്രത്തിലല്ല. വയസ്സായ ഞാൻ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. അവരവരുടെ ഹൃദയപത്മത്തിലുള്ള ചൈതന്യത്തിനെ ആരാധിക്കുക. എന്നെ തന്നെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അല്ലാണ്ട് ദേവന്മാരെ കൂടി പൂജിക്കേണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഈശ്വരൻ ദി അൾട്ടിമേറ്റ് ആൾമൈറ്റി, ആ ഈശ്വരനെ പൂജിച്ചാൽ മതി. എന്നെ തന്നെ നമസ്കരിക്കുക, എന്നാൽ എന്നെ തന്നെ പ്രാപിക്കും. നിങ്ങൾ ആരെ പൂജിക്കണോ അവരെ നിങ്ങൾ പ്രാപിക്കും. ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? എല്ലാറ്റിലും പ്രോട്ടോക്കോളുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ജന്മേ കിട്ടുള്ളൂ. അപ്പോൾ ധർമ്മ അധർമ്മ ചിന്തകളെ സകലം വെടിഞ്ഞ്, ശരിയാണോ തെറ്റാണോ അതൊക്കെ പോട്ടെ, ഈ പറഞ്ഞ ശ്ലോകത്തിൽ തന്മയീഭവിക്കാം. വെടിഞ്ഞ് സർവാത്മന എന്നെ ശരണം പ്രാപിക്കുക. ഞാൻ നിൻ്റെ സർവകർമ്മങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കും. കർമ്മങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? കർമ്മങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് ഞാൻ മോക്ഷം തരും, അതാണ് എൻ്റെ അർത്ഥം. ധർമാർത്ഥ കാമ മോക്ഷം തരും. ഇതാണ് മേൽ കാണിച്ച പദ്യങ്ങളിൽ അടങ്ങിയ സാരം. മനുഷ്യർ ഈ നിലയിലെത്തിയാൽ ജനന മരണ പ്രവാഹമുള്ള സംസാരത്തിൽ നിന്ന് കരകയറും. അതാണ് മോക്ഷം. പിന്നെ ജനന മരണങ്ങളില്ല. ഭഗവാനോട് ചേരും. അത് തന്നെ ദുഃഖനിവൃത്തിയും ആനന്ദപ്രാപ്തിയുമായ മോക്ഷം. ഭഗവാനിൽ ലയിക്കുക, അതാണ്. ഇവർക്ക് മാത്രം കാലഭീതിയില്ല. അവിടെ എൻ്റെ കാരണവർ, എൻ്റെ ഗുരുനാഥൻ, അദ്ദേഹം മരിക്കണേൻ്റെ ഒരു 10-25 വർഷം മുമ്പേ അദ്ദേഹം ഈ ഗുരുവായൂരിൽ നിന്ന് വരുന്ന ഗുരുവായൂരപ്പൻ മാസികയിൽ പ്രാണപ്രയാണോത്സവം പറഞ്ഞിട്ടൊരു കവിത എഴുതി. എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് സമയത്തും ഈ ലോകം വിട്ട് അങ്ങയുടെ അടുത്തേക്ക് വരാൻ റെഡിയാണെന്നാണ്. എനിക്ക് അതിൽ കുണ്ഠിതമില്ല, മരിക്കാൻ കുണ്ഠിതമില്ല. മക്കളെ പറ്റിയിട്ടോ പേരക്കുട്ടികളെ പറ്റിയിട്ടോ എനിക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇവർക്ക് മാത്രം കാലഭീതിയില്ല. ആർക്ക്? ഭഗവാനെ മാത്രം അനന്യശരണാഗതനായിട്ട് സേവിക്കുന്നവർക്ക് കാലഭീതിയില്ല. മറ്റുള്ളവരെല്ലാം കാലപാശത്തിന് അധീനന്മാരാകുന്നു. ഇങ്ങനെ കാലസ്വരൂപനായും ജീവന്മാരെ മോക്ഷമാർഗത്തിലേക്ക് നയിപ്പിക്കുന്ന ഭഗവാനായും ഇരിക്കുന്ന നിന്തുരുവടിക്ക് നമസ്കാരം എന്നാണ് പറഞ്ഞത്. 18ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. യസ്മാൽ ബിഭേമ്യഹം അഭി ദ്വിപരാർത്ഥധിഷ്ണ്യം അധ്യാസിത സകലലോക നമസ്കൃതം യത് തേപേ തപോ ബഹുസവോ അവരുരുത്സമാനസ്തസ്മൈ നമോ ഭഗവതേ അധിമകായ തുഭ്യം. സകല ലോകങ്ങളാലും നമസ്കരിക്കപ്പെടുന്നത് യാതൊന്നോ ദ്വിപരാർത്ഥം എന്ന് പറയപ്പെടുന്ന കാലം വരെ നിലനിൽക്കുന്നതായ അതിനെ അധിവസിക്കുന്ന ഞാനും യാതൊരുവനിൽ നിന്ന് ഭയപ്പെടുന്നു. അങ്ങയെ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവനായിട്ടും അനേകം യാഗങ്ങളെ നടത്തുന്നവനായിട്ടും തപസ്സിനെ അനുഷ്ഠിച്ച് യാഗബലദാതാവായ ഭഗവാനായ ആ നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞാലേ അതിന് ശരിക്കുള്ളത് അതറിയുള്ളൂ. കാലസ്വരൂപനായ നിന്തിരുവടിയിൽ നിന്ന് ലോകം ഭയപ്പെടുന്ന കഥയിരിക്കട്ടെ, ഞാൻ തന്നെ അതിൽ നിന്ന് ഭയപ്പെടുന്നവനാണല്ലോ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കണം. സകല ലോകങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമായിരിക്കുന്നതും ദ്വിപരാർത്ഥകാലം നിലനിൽക്കുന്നതുമായ സത്യലോകത്തിൽ, അതായത് ബ്രഹ്മാവിൻ്റെ കാര്യമാണ് പറഞ്ഞത്, വസിക്കുന്ന ഞാൻ കൂടെ കാലസ്വരൂപനായ യാതൊരുവനെ ഭയപ്പെട്ടിട്ട് അനേകം യാഗങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് ബഹുകാലം തപസ് ചെയ്തുവോ സർവയാഗങ്ങളുടെയും ഫലദാതാവായ അങ്ങയെ പ്രാപിക്കണമെന്നുള്ള എൻ്റെ ഇച്ഛയെ സാധിപ്പിക്കുന്ന ഭഗവാനായ ആ നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. ഇപ്പോൾ അല്ലേ, മൊത്തം 7-8 ശ്ലോകം പറയുന്നുണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്. ബ്രഹ്മാവും കാലഭീതിയിൽ നിന്ന് മുക്തനല്ല. ദ്വിപരാർത്ഥകാലം കഴിയുമ്പോൾ ഭഗവാനോട് യോജിക്കും. അതിനു വേണ്ടി ആ കാലം മുഴുവനും ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട് സൃഷ്ടിയാകുന്ന സ്വകർമ്മത്തെ ഭഗവത് ആരാധനാ സ്വരൂപേണ ബ്രഹ്മാവ് സൃഷ്ടിക്കുമ്പോൾ ഇത് ഭഗവാനുള്ള ആരാധനയാണ്. കാരണം ഭഗവാൻ തേജോപുഞ്ചമായിട്ട് വസിക്കേണ്ട ശരീരങ്ങളെയാണ് അദ്ദേഹം സൃഷ്ടിക്കുന്നത്. ആ സൃഷ്ടിയെല്ലാം ഒരേ അച്ചാണോ? അല്ല. ഓരോ ജീവനും ചെയ്തിട്ടുള്ള പാപപുണ്യങ്ങളെ കണക്കിലെടുത്ത് അതിൻ്റെ ഫലം അനുഭവിക്കത്തക്ക വിധത്തിലാണ്. ചിലവർക്ക് കൊങ്കണ്ണാവും, ചിലവർക്ക് ഒരു കണ്ണേ ഉണ്ടാവുള്ളൂ, ചിലവർക്ക് 2 കണ്ണും ഉണ്ടാവില്ല, ചിലവർക്ക് ചെകിടനാവും, ചിലവർക്ക് കൈയുണ്ടാവില്ല, ചിലവർക്ക് കാലുണ്ടാവില്ല, ചിലവർക്ക് കയ്യും കാലും ഉണ്ടാവില്ല. ഇങ്ങനെ ഏതെല്ലാം പ്ലസ് മൈനസ് ഉണ്ടോ അതാത് ആൾക്കാർക്ക് അതാത് രീതിയിലാണ് സൃഷ്ടി നടത്തുക. ഇനി 19ാമത്തെ ശ്ലോകം പറയണു. തിര്യക് മനുഷ്യ വിഭുതാദിഷു ജീവയോനിഷ് ആത്മേശ്ചയാ ആത്മകൃതസേതുപരീപ്സയായ രേമേ നിരസ്തരതിരപ്യവരുദ്ധദേഹ തസ്മൈ നമോ ഭഗവതേ പുരുഷോത്തമായ. എന്താ പറഞ്ഞത്? സ ഇച്ഛ കൊണ്ട് തന്നാൽ ചെയ്യപ്പെട്ട മര്യാദകളെ രക്ഷിപ്പാനുള്ള താൽപ്പര്യത്താൽ യാതൊരുവൻ വിഷയാഗ്രഹം ഇല്ലെന്നിരിക്കലും പക്ഷിമൃഗാദികൾ, മനുഷ്യർ, ദേവന്മാർ എന്നിങ്ങനെയുള്ള ജീവോൽപത്തി സ്ഥാനങ്ങളിൽ സ്വീകരിക്കപ്പെട്ട ദേഹത്തോടു കൂടിയവനായിട്ട് രമിക്കുന്നു. സർവേശ്വരനും ഉത്തമ പുരുഷനുമായ അവനായിക്കൊണ്ട് നമസ്കാരം എന്ന് ബ്രഹ്മാവ്. അതിൻ്റെ ഭാവാർത്ഥം: കാലസ്വരൂപനായ ഭഗവാനെ നമസ്കരിച്ചതിന് ശേഷം
ലോകരക്ഷയ്ക്കു വേണ്ടി മേലിൽ അനേകം അവതാരങ്ങളെ സ്വീകരിക്കുവാൻ പോകുന്ന ഭഗവാന്റെ കാരുണ്യത്തെ സ്തുതിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. കാരണം പലതരം എന്താ പറയുക, ജീവജാലങ്ങളായിട്ടും മനുഷ്യനായിട്ടും അതിൽ പല സ്വഭാവക്കാരായിട്ടും ഭഗവാൻ വരുന്നുണ്ടല്ലേ. അതൊക്കെ എന്തിനാ? സജ്ജനങ്ങളെ സംരക്ഷിക്കുക, ദുഷ്ടജനങ്ങളെ ശിക്ഷിക്കുക. ജീവാനുഗ്രഹത്തിനായിക്കൊണ്ട് തന്നാൽ നിശ്ചയിക്കപ്പെട്ട മര്യാദകളെ നിലനിർത്തുവാനുള്ള, ഇവിടെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ? തന്നാൽ നിശ്ചയിക്കപ്പെട്ട മര്യാദകൾ, അല്ലാണ്ട് ഞാനും നിങ്ങളും അവരവർക്ക് ഇഷ്ടമുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. ധർമ്മം അധർമ്മം ഗീത എന്ത് പറഞ്ഞു? ഭഗവത്ഗീത എന്ത് പറഞ്ഞു? പരാശര സംഹിത എന്ത് പറഞ്ഞു? വിദുരോപദേശത്തിൽ എന്തൊക്കെ പറയണം? മനുസ്മൃതിയിൽ എന്തൊക്കെ പറയണം? ഇതൊക്കെ നമ്മൾ കേൾക്കണം. ഭഗവാൻ പറഞ്ഞതാണ് ഇതിലൊക്കെ പുരാണങ്ങളിലെ ഉപദേശങ്ങൾ. അപ്പോൾ ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ട മര്യാദകളെ നിലനിർത്തുവാനുള്ള കാരുണ്യത്താൽ ശേഷയാ പക്ഷിമൃഗ മനുഷ്യദേവയോനികളിൽ അവതരിക്കുന്നവനും ഒരു വിധത്തിലും സുഖാപേക്ഷയുമില്ലാതെ ഒരു ആമയായിട്ട് തീർന്ന് ഈ മന്ദരപർവ്വതം താങ്ങി നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ സുഖമുള്ള കാര്യമാണോ വെള്ളത്തിൽ? പക്ഷെ ഭഗവാനൊന്നും ഒരു പ്രശ്നമല്ല, തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കലാണ് അതൊക്കെ. അപ്പോൾ ഒരു വിധത്തിലുള്ള സുഖാപേക്ഷയുമില്ലാതെ സ്വാത്മാനന്ദ സംതൃപ്തനും ആത്മസംതൃപ്തനും കാലകർമ്മസ്വരൂപമായ അവിദ്യയുടെ ബാധയില്ലാത്തവനും. ഏത് കാലത്തും അവിദ്യ ഭഗവാനെ ബാധിക്കണില്ല. അപ്പോൾ അവിദ്യയുടെ ബാധയില്ലാത്തവനുമായ ഭഗവാനായ അങ്ങയ്ക്കായി കൊണ്ട് നമസ്കാരം. ഭഗവാനായ അങ്ങയ്ക്കായി നമസ്കാരം. അതിനെ ഒന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇവിടെ. മത്സ്യം, വരാഹം, ഹംസം എന്നീ അവതാരങ്ങൾ തിര്യക് യോനികളിൽ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, പരശുരാമൻ ഇത്യാദി അവതാരങ്ങൾ മനുഷ്യയോനികളിൽ, വാമനൻ, ഹയഗ്രീവൻ മുതലായ അവതാരങ്ങൾ ദേവയോനികളിൽ. ഈ എല്ലാ അവതാരങ്ങളും ലോകമര്യാദകളെ സംരക്ഷിപ്പാൻ വേണ്ടി മാത്രമാകുന്നു. അദ്ദേഹത്തിന് അതിലൊരു ലാഭമില്ല, സ്വാർത്ഥമല്ല, മമതയില്ല എന്നർത്ഥം. നിത്യനിരതിശയാനന്ദ സ്വരൂപനായ ഭഗവാൻ നിത്യനാണ്, നിരതിശയ ആനന്ദ സ്വരൂപനാണ്. ഭഗവാന് സ്വാർത്ഥത ഇല്ല തന്നെ. ദേഹമുണ്ടെന്നിരിക്കലും ദേവധർമ്മമായ അഹങ്കാരാദികളുടെ ബാധ ഒട്ടുമില്ലതാനും. ഭഗവാൻ ഒട്ടും അഹങ്കാരമില്ല. അതിനാൽ ഭഗവാൻ പുരുഷോത്തമൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പുരുഷോത്തമൻ, പുരുഷന്മാരിൽ ഉത്തമൻ. പുരത്തിൽ വസിക്കുന്നവൻ പുരുഷൻ. ഈ ശരീരം പുരുഷനാണ്. മനസ്സിലായില്ലേ? അടുത്തത് 20ാമത്തെ ശ്ലോകം. അതോടുകൂടി ഈ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കും. യാ അവിദ്യയാനുപഹതോപി ദശാർദ്ധവൃത്യാ നിദ്രാമുവാഹ ജഡരീകൃതലോകയാത്ര അന്തർജലേ അഹിക ശിബുസ്പർശാനുകൂലാം ഭീമോർമിമാലിനി ജനസ്യ സുഖം വിവൃണ്ണൻ. ഇതാണ് ശ്ലോകം. 5 വീതം വൃത്തികളോടുകൂടിയ അവിദ്യ എന്നു പേരായ മായാസ്വരൂപത്താൽ, മായയ്ക്ക് 5 തരം ഉണ്ടെന്നാണ് പറഞ്ഞത്, ബാധിക്കപ്പെടാത്തവനാകുന്നുവെങ്കിലും മായ ഭഗവാനെ ബാധിക്കുന്നില്ല എങ്കിലും ഉദരത്തിൽ വഹിച്ചിരിക്കുന്ന ലോകങ്ങളോടുകൂടിയ യാതൊരുവൻ ഭയങ്കരങ്ങളായ തിരമാലകളോടുകൂടിയ ജലമധ്യത്തിൽ ആദിശേഷനാകുന്ന ശയ്യയുടെ സ്പർശനത്തിന് അനുരൂപമായ നിദ്രയെ, ജനത്തിൻ്റെ സുഖത്തെ വിവരിക്കുന്നവനായിട്ട് വഹിച്ചു. അതായത് ഇതെല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത്.
ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 20ഉം 21ഉം ശ്ലോകങ്ങൾ വെവ്വേറെ വാക്കാർത്ഥം കൊടുത്തിട്ടുണ്ട്. 20ഉം 21ൻ്റെയും ഭാവാർത്ഥം ഒന്നായിട്ടാണ് കൊടുത്തിരുന്നത്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി 21 കൂടി പറയണം. അതെന്താ? എന്ന അഭിപത്മഭവനാദഹമാസമീഢ്യ ലോകത്രയോപകരണോ യദനുഗ്രഹേണ തസ്മൈ നമസ്ത ഉദരസ്ഥഭവായ യോഗ നിദ്രാവസാന വികസന്നളിനേക്ഷണായാം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞിട്ട് രണ്ടിനും കൂടിയുള്ള ഭാവാർത്ഥം പറയാം. സ്തുതിപ്പാൻ യോഗ്യനായുള്ളവനെ. നമ്മൾ മനുഷ്യന്മാരെ പരസ്പരം സ്തുതിക്കേണ്ട ആവശ്യമില്ല. ഈശ്വരനെ സ്തുതിച്ചാൽ ഫലം കിട്ടും. പ്രദോഷയോ യാതൊരുവൻ്റെ അനുഗ്രഹത്താൽ യാതൊരുവൻ്റെ നാഭിയിൽ നിന്നുണ്ടായ താമരയാകുന്ന സ്ഥാനത്തിൽ നിന്ന്, താമരയല്ല താമരയാകുന്ന സ്ഥാനം. അപ്പോൾ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ, ഈ ലോകത്തിലെ ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, സനാതനധർമ്മത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് ലോകം അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ തൃപ്തിയില്ലാണ്ട് വേറെ ചിലത് പൊട്ടിമുളച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം, അത് നമ്മൾക്ക് പ്രശ്നമല്ല. ഇത്ര ട്രാൻസ്പാരൻ്റായിട്ട് ഒരു സബ്ജക്റ്റ് വേറെ ഉണ്ടാവില്ല, ഭാഷ അറിയണമെന്ന് മാത്രം. അപ്പോൾ താമരയാകുന്ന താമരയാകുന്ന സ്ഥാനത്തിൽ നിന്ന് 3 ലോകമാകുന്ന ഭോഗസാധനത്തോടു കൂടിയ, ഈ 3 ലോകം സ്വർഗം ഭൂമി പാതാളം എന്നൊക്കെ പറയുന്നത് ഭോഗസാധനമാണ്, ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഉണ്ടായോ അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ ഉണ്ടായത്? ഉദരത്തിലിരിക്കുന്ന പ്രപഞ്ചത്തോടു കൂടിയവനും. ഈ മഹാപ്രളയം വരുമ്പോൾ ഈ പ്രപഞ്ചം എവിടെ ഉണ്ടാവുക? ഭഗവാന്റെ ഉദരത്തിൽ. അപ്പോൾ യോഗനിദ്രയുടെ അവസാനത്തിൽ വികസിച്ചിരിക്കുന്ന താമരദളം പോലെയുള്ള നേത്രങ്ങളോടുകൂടിയവനുമായ ആ നിന്തുരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. ഇങ്ങനെയാണ് 20ഉം 21ഉം പറഞ്ഞത്. അപ്പോൾ 20 ഇവിടെ ഏൻ്റെന്ന് എഴുതിയിട്ടില്ല, ആൻഡ് 21 ഒപ്പം പൂട്ടുക. ഇനി 20, 21ൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം. ഇപ്പോൾ കണ്ടിരിക്കുന്ന ശ്രീനാരായണ സ്വരൂപത്തിൻ്റെ മഹിമയെ സ്തുതിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. ആരെ? ബ്രഹ്മാവ്, നാരായണനെ. സ്തുതിപ്പാൻ യോഗ്യനായിരിക്കുന്ന ഹേ ഭഗവൻ, 5 പിരിവുകളോടുകൂടിയ അവിദ്യ ജീവന്മാരെ ബാധിക്കുന്നത് പോലെ അങ്ങയെ ബാധിക്കുന്നില്ല. ഇപ്പോൾ ഭഗവാന്റെ പിതൃസ്ഥാനം അർഹിക്കുന്ന തന്ത്രിമാർക്കും ശരീരപീഡയുണ്ട്, പക്ഷെ ഭഗവാന് പീഡയില്ല. അപ്പോൾ വെറുതെ നമ്മൾ ഈ ഭക്തന്മാരെ അത് ഇതും പറഞ്ഞിട്ട് പറ്റിക്കാൻ പാടില്ല. അവർക്ക് പ്രതിഷ്ഠിക്കാൻ അറിയാം, അതോടുകൂടി. പിന്നെ അച്ഛനാ അമ്മയാണെന്നും പറയാൻ പാടില്ല, അത് ഭാഗവതം സമ്മതിക്കണില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എങ്കിലും പൂർവകൽപ്പത്തിൽ പരിശ്രമിച്ചിരുന്ന ജീവജാലങ്ങളുടെ വിശ്രാന്ത സുഖത്തെ വ്യക്തമായി കാണിക്കുന്ന വിധത്തിൽ അന്തർഭാഗത്തിൽ വഹിച്ചിരിക്കുന്ന ലോകങ്ങളോടുകൂടിയ അങ്ങ് ഭയങ്കരങ്ങളായ തിരമാലകളോടുകൂടിയ ഈ പ്രളയജലത്തിൻ്റെ മധ്യത്തിൽ ആദിശേഷനാകുന്ന ശയ്യയുടെ സ്പർശനം നിമിത്തമുള്ള സുഖത്തിന് അനുരൂപമായ അനന്തനാകുന്ന മെത്തേൽ കിടക്കാൻ സുഖമുണ്ട് എന്നാണ്. സ്പ്രിങ് ആക്ഷനാണ് പ്രൊഫഷയിലെ. വാട്ടർ ബെഡ് മാതിരിയാണ്, എത്ര കിടന്നാലും ബോഡി സോറ് വരില്ല. അപ്പോൾ ആദിശേഷണ ശയ്യയുടെ സ്പർശനം നിമിത്തമുള്ള സുഖത്തിന് അനുരൂപമായ നിദ്രയെ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ത്രിലോകമാകുന്ന ഭോഗസാധനങ്ങളോടുകൂടിയ ഞാൻ യാതൊരുവൻ്റെ കാരുണ്യകടാക്ഷം നിമിത്തം നാഭിയിലുണ്ടായ താമരസമാകുന്ന ഭവനത്തിൽ നിന്ന്
ഉത്ഭവിച്ചിരിക്കുന്നുവോ? യോഗനിദ്രാവസാനത്തിൽ താമരദളം പോലെ ഇരിക്കുന്ന നേത്രങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് അന്തർഭാഗത്തിലിരിക്കുന്ന ലോകങ്ങളെയും എന്നെയും കടാക്ഷിക്കുന്ന ആ നിന്ദ്രവടിക്കായി കൊണ്ട് നമസ്കാരം. അപ്പോൾ ദാശാർത്ഥ വൃത്തികൾ എന്ന് പറയുന്ന അവിദ്യയുടെ 5 പിരിവുകളെ 12-ാം അധ്യായത്തിൽ 2-ാം ശ്ലോകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കതിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ ഏവർക്കും അനുയോജ്യമായ രീതിയിൽ ഉണ്ടാവട്ടെ എന്നും. എന്താ അങ്ങനെ പറയാൻ കാരണം? കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ട് എന്നർത്ഥം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.